അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസുബ്ഹാനല്ലാഹിൽ അദീം വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. نحمده ونستعينه ونستغفر ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله وإن محمدا عبده المصطفى ونبيه المجتبى ورسوله المرتضى وأنه خاتم الأنبياء وإمام الأتقياء وخليل رب العالمين وكل دعوى النبوة بعده فغي وهوى وهو المبعوث إلى عامة الجن وكافة الورى. ഏറെ ബഹുമാനമുള്ള രക്ഷിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, കഴിഞ്ഞ റമളാനിൽ നമ്മൾ ഏറ്റവും അധികം ചർച്ച ചെയ്ത വിഷയം നമ്മുടെ മക്കളെക്കുറിച്ചാണ്. പല വാർത്തകളും നമ്മൾ കേട്ടു. നമ്മുടെ മക്കളെ നാട്ടിൽ പറഞ്ഞയക്കുന്നത് പോലും, അല്ലെങ്കിൽ നാട്ടിൽ പഠിപ്പിക്കുന്നത് വളരെ ആശങ്കയോടുകൂടെയാണ് രക്ഷിതാക്കൾ നോക്കിക്കാണുന്നത്. 2 ദിവസം മുന്നേ ഒരു സഹോദരനോട് സംസാരിച്ചപ്പോൾ നാട്ടിലേക്ക് ഏതായാലും ഇനി മക്കളെ പഠിപ്പിക്കുന്നില്ല എന്ന് അദ്ദേഹം തീരുമാനിച്ചു. അപ്പോൾ എന്താണ് ഇതിനൊരു പരിഹാരം? നമുക്ക് ഇതിൽ വല്ലതും ചെയ്യാനുണ്ടോ? രക്ഷിതാക്കൾക്ക് വല്ലതും ചെയ്യാനുണ്ടോ? പലപ്പോഴും ആളുകളൊക്കെ പുതിയ തലമുറ അങ്ങനെയാണ്, പുതിയ ജനറേഷൻ അങ്ങനെയാണ് എന്ന ഒറ്റ ന്യായത്തിൽ ഈ പ്രശ്നങ്ങൾ മുഴുവൻ ഒതുക്കിയിരിക്കുകയാണ്. പുതിയ ജനറേഷൻ അങ്ങനെയാണ്. യഥാർത്ഥത്തിൽ നമ്മുടെ കൈകളിലേക്ക് ലഭിക്കുന്ന ഓരോ കുഞ്ഞും ശുദ്ധപ്രകൃതിയിലാണ് ഉള്ളത്. ശുദ്ധമായ പ്രകൃതിയിൽ, ഫിത്രത്തിലാണ് ആ കുട്ടികളുള്ളത്. ഒരു തലമുറയുടെ പ്രശ്നമല്ല. നമ്മൾ അനുഭവിക്കാത്ത പ്രതിസന്ധികൾ ഇന്ന് കുട്ടികൾ അനുഭവിക്കുന്നുണ്ട്. നമ്മൾ ശരിക്കും അല്ലാഹുവിനോട് ശുക്ർ ചെയ്യണം. അത്രയും പ്രതികൂലമായ സാഹചര്യങ്ങളിലൂടെയാണ് ഇന്ന് കുട്ടികൾ കടന്നു പോകുന്നത്. അവരുടെ കൂട്ടുകെട്ട്, അവരുടെ ക്യാമ്പസ്, എന്തിനധികം ഇന്ന് നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന അവരുടെ സിലബസ് മാത്രം മതി ഈ ദീനിൽ നിന്ന് ഒരു കുട്ടി മാറിപ്പോകാൻ. അപ്പം എല്ലാ അർത്ഥത്തിലും പ്രതികൂലമായ സാഹചര്യങ്ങളിൽ ഈ കുട്ടികൾ കഴിയുമ്പോൾ രക്ഷിതാക്കൾ അവരുടെ കൈ പിടിക്കേണ്ടവരാണ്. നമ്മൾ ആ കുട്ടികളെ സഹായിക്കണം, നമ്മൾ അവരുടെ കൈ പിടിക്കണം. പുതിയ തലമുറക്ക് സഹായം ചെയ്യേണ്ടവരാണ് യഥാർത്ഥത്തിൽ രക്ഷിതാക്കൾ എന്നുള്ളവർ. അതുകൊണ്ട് തന്നെ ചില കാര്യങ്ങൾ മാത്രം ഞാൻ സൂചിപ്പിക്കാനാണ് ഇൻഷാ അല്ലാഹ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, വീട്ടിൽ സ്നേഹമുണ്ടെങ്കിൽ, വീട്ടിൽ കളിച്ചിരികളുണ്ടെങ്കിൽ, വീട്ടിൽ സ്നേഹം പങ്കുവെക്കലുകളുണ്ടെങ്കിൽ ആ വീട്ടിലേക്ക് എങ്ങനെയാണ് ലഹരി ആസ്വദിച്ചുകൊണ്ടൊരു മകന് വരാൻ കഴിയുക? ആ വീട്ടിലേക്കൊരു കുട്ടി ലഹരി ആസ്വദിച്ചു കൊണ്ടുവരുമോ? ആ വീട്ടിലൊരു അവിഹിതം ഉണ്ടാകുമോ? പലപ്പോഴും നമ്മുടെ വീട്ടിൽ സ്നേഹം പങ്കുവെക്കുന്നില്ല എന്നതാണ് അടിസ്ഥാനപരമായ പ്രശ്നം. നമുക്ക് സ്നേഹമുണ്ട്, പക്ഷെ നമ്മൾ സ്നേഹിക്കുന്നുണ്ടോ? സ്നേഹം മക്കളോട് പ്രകടിപ്പിക്കുന്നുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്നേഹം പ്രകടിപ്പിച്ചു. മിമ്പറിൽ നിന്ന്
ഖുത്ബ നിർവഹിച്ചു കൊണ്ടിരിക്കെ അള്ളാഹുവിൻ്റെ റസൂൽ താഴേക്കിറങ്ങുന്നു. എന്തിനാണ്? ഹസൻ ഹുസൈൻ റളിയല്ലാഹു തആല അൻഹുമ അവർ പള്ളിയിലേക്ക് എത്തിയപ്പോൾ മിമ്പറിൽ നിന്ന് താഴേക്കിറങ്ങുന്ന അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, ആ പേരക്കുട്ടികളെ ചേർത്തു പിടിക്കുന്ന അള്ളാഹുവിൻ്റെ റസൂൽ. നോക്കൂ, മദീനയിലൂടെ ഓട്ടമത്സരം നടത്തുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ചരിത്രത്തിൽ കാണാം. ഭാര്യയുടെ കൂടെ ഓട്ടമത്സരം നടത്തുന്നു. രാത്രി പരിശുദ്ധ റമദാനിൽ അവസാനത്തെ 10 സഫിയ റളിയല്ലാഹു തആല അൻഹയുടെ കൂടെ ഇരുന്ന് സംസാരിക്കുന്ന അള്ളാഹുവിൻ്റെ റസൂലിനെ ചരിത്രത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പം അവിടെ തമാശകൾ ഉണ്ടായിരുന്നു, അവിടെ സ്നേഹം പങ്കുവെക്കലുകൾ ഉണ്ടായിരുന്നു. നമ്മുടെ ഉമ്മ പറയാണ്, ഞങ്ങൾ എവിടെയാണോ ഗ്ലാസ്സിൽ ചുണ്ട് വെച്ചത് അവിടെ ചുണ്ട് വെച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടിച്ചു. ഞങ്ങൾ ഒന്നിച്ചു കുളിച്ചു. ലോകത്തിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഭാര്യയുടെ കൂടെ ഒന്നിച്ചു കുളിച്ചിട്ടുണ്ട്. ഇത് സ്വഹാബത്ത്, ആ സ്വഹാബത്തിന് നമ്മുടെ ഉമ്മമാർ പഠിപ്പിച്ചു കൊടുത്തു. ഇങ്ങനെയായിരുന്നു റസൂലുള്ളാഹിയുടെ ദാമ്പത്യം. ഇതെന്തിനാണ് പഠിപ്പിച്ചു കൊടുത്തത്? ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ആ മനോഹരമായ നിമിഷങ്ങൾ അടുത്ത തലമുറ അറിയണം. അതിനവർ ആ ചരിത്രം കൈമാറി. ഇന്ന് പലപ്പോഴും നമ്മുടെ വീട്ടിൽ നമ്മൾ തല്ലുകൂടുന്നത് മക്കൾ കാണുന്നുണ്ട്, ഉപ്പ ഡോറടച്ച് പോകുന്നത് മക്കൾ കാണുന്നുണ്ട്, ഉമ്മ മിണ്ടാതിരിക്കുന്നത് മക്കൾ കാണുന്നുണ്ട്. പക്ഷേ സ്നേഹപ്രകടനങ്ങൾ കാണുന്നില്ല. ഉമ്മയുടെ വായിലേക്ക് ഒരു ഉരുള വെച്ചു കൊടുക്കുന്ന ഉപ്പയെ മക്കൾക്ക് കാണാൻ കഴിയുന്നില്ല. ഉമ്മയുടെ മടിത്തട്ടിൽ തലവെച്ച് കിടക്കുന്ന ഭർത്താവിനെ അല്ലെങ്കിൽ നേരെ തിരിച്ച് അത് കാണാൻ കഴിയുന്നില്ല മക്കൾക്ക്. ഉമ്മയും ഉപ്പയും ഒന്നിച്ചുകൊണ്ടുള്ള തമാശകൾ, സ്നേഹം പങ്കുവെക്കലുകൾ അത് മക്കൾ കാണുന്നില്ല. പ്രിയമുള്ളവരെ, ഞാൻ സൂചിപ്പിച്ചു വരുന്നത്, ഒന്നാമതായി നമ്മുടെ വീടുകളിൽ സ്നേഹം കൊണ്ടുവരിക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. വീട്ടിൽ സ്നേഹമുണ്ടാകണം. അതിന് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതാണ് ഏറ്റവും പ്രാധാന്യത്തോടുകൂടെ നാം ആലോചിക്കേണ്ടത്. രണ്ടാമത്തെ വിഷയം എന്നുള്ളത്, നമ്മൾ ദീൻ അവർക്ക് കൈമാറണം. ഖു അൻഫുസകും വ അഹ്ലീകും നാറ. നമ്മുടെ നഫ്സിനെ, നമ്മുടെ കുടുംബത്തെ നരകത്തെ തൊട്ട് രക്ഷിക്കണം. പരലോകത്ത് നമുക്കതിന് കഴിയോ? പരലോകത്ത് ആർക്കെങ്കിലും ഒരാളെ നരകത്ത് നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയോ? ഒരു സ്വതക്ക നമ്മൾ കൊടുക്കൂ, ഒരു സുന്നത്ത് നമസ്കാരം നമ്മൾ കൊടുക്കൂ? ഒന്നുമില്ലല്ലോ. പരലോകത്തൊന്നും നമ്മൾ ചെയ്യൂല. ദുനിയാവിൽ ചെയ്യണം. മക്കളോട് സ്നേഹമുണ്ടോ? നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, അവർ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ ചെയ്യണം. ഇവിടെ എന്താ ചെയ്യേണ്ടത്? മഹാനായ അലി റളിയല്ലാഹു തആല അൻഹു ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ലിമൂഹും വ അദ്ദിബൂഹും. അവർക്ക് ഇൽമു നൽകണം. ഇസ്ലാമിൻ്റെ വിജ്ഞാനം ആ മക്കൾക്ക് നൽകണം. ഇസ്ലാമിൻ്റെ അദബ് ആ മക്കൾക്ക് നൽകണം. ദീനി വിജ്ഞാനം മക്കൾക്ക് നൽകണം. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. മഹാനായ ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ല, ഇമാം അബൂ ഹനീഫയുടെ ശിഷ്യനാണ് ഖാദി അബൂ യൂസുഫ്. ഇസ്ലാമിക ചരിത്രത്തിൽ വലിയ പണ്ഡിതനാണ് ഖാദി അബൂ യൂസുഫ്. ഇന്ന് നമ്മൾ മക്കളെ ഒരു പ്രൊഫഷണൽ കോഴ്സിനാണ് പറഞ്ഞയക്കുക. എന്തെങ്കിലുമൊക്കെ ഒരു സേഫ് സോണിൽ എത്തുന്നതിന് വേണ്ടി ഏതെങ്കിലും ഒരു പ്രൊഫഷണൽ കോഴ്സിലേക്ക് മക്കളെ പറഞ്ഞയക്കും. ആ കാലം എന്നുള്ളത് അന്ന് എന്തെങ്കിലും ഒരു കൈത്തൊഴിൽ പഠിപ്പിക്കലാണ്. ഖാദി അബൂ യൂസുഫ്, അദ്ദേഹം വളരെ ദാരിദ്ര്യം നിറഞ്ഞ, പ്രയാസം നിറഞ്ഞ ബാല്യമാണ്. ഉമ്മ തീരുമാനിക്കാണ്, മോനെ തയ്യൽ പണി പഠിപ്പിക്കാം. അപ്പോൾ എന്തെങ്കിലുമൊക്കെ വൈകുന്നേരം ആയാലും കിട്ടും, അതുകൊണ്ട് കാര്യങ്ങൾ കഴിഞ്ഞു പോകും. ഖാദി അബൂ യൂസുഫ് രാവിലെ ജോലിക്ക് പോകും, വൈകുന്നേരം പണവുമായി വരും, വീട്ടിൽ ആ പണം കൊടുക്കും. ദിവസം ഇങ്ങനെ കഴിഞ്ഞു പോകുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അബൂ യൂസുഫ് ജോലിക്ക് പോകുന്നുണ്ട്, പൈസ കിട്ടുന്നില്ല. ഇപ്പോൾ ഉമ്മ തയ്യൽക്കാരനോട് ചോദിച്ചു, നിങ്ങൾ എന്തു പണിയാണ് കാണിക്കുന്നത്? കാരണം ജോലിക്ക് വന്നാൽ പണം തരാമെന്നാണല്ലോ പറഞ്ഞത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് നിങ്ങൾ പൈസ കൊടുത്തിട്ടില്ല, അതുകൊണ്ടല്ലേ കാര്യങ്ങൾ കഴിഞ്ഞു പോകുന്നത് എന്ന് പറഞ്ഞപ്പോൾ തയ്യൽക്കാരൻ്റെ മറുപടി, ജോലിക്ക് വന്നാൽ പണം തരാമെന്നാണ് പറഞ്ഞത്. കഴിഞ്ഞ 2 ദിവസമായിട്ട് അബൂ യൂസുഫ് അവിടെ എത്തിയിട്ടില്ല. അപ്പോൾ ഉമ്മ അത്ഭുതപ്പെടാണ്. എന്നും പൂട്ടുന്ന ആൾ പോകുന്നുണ്ട്.
അപ്പോൾ എവിടേക്കായി പോകുന്നത്? അടുത്ത ദിവസം കുട്ടിയുടെ പിറകെ ഉമ്മ പോവാണ്. അപ്പോൾ എന്നും പോകുന്ന വഴിയിലൂടെയാണ് പോകുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആ വഴി ഇങ്ങനെ മാറുന്നുണ്ട്. ഇമാം അബൂ ഹനീഫയുടെ വിജ്ഞാനത്തിൻ്റെ സദസ്സിലേക്ക് ആ കുട്ടി ചെല്ലാൻ അവിടെ പോയിരിക്കുകയാണ്. അപ്പം അവൻ്റെ പ്രായത്തിലുള്ള കുട്ടികൾ ദീനു പഠിക്കുന്നു എന്നറിഞ്ഞപ്പോൾ ഒരു കൗതുകത്തിന് ആദ്യമൊന്ന് പോയിരുന്നതാണ്. പിന്നെയാണ് ആ വിജ്ഞാനത്തിൻ്റെ മധുരം അറിയുന്നതും ആ മജ്ലിസിൽ സ്ഥിരമായി അവിടെ ചെന്നിരിക്കുന്നതും. ചരിത്രത്തിൽ കാണാം, ഉമ്മ ആ കുട്ടിൻ്റെ ചെവി പിടിച്ച് ആ സദസ്സൊന്ന് പുറത്തേക്ക് കൊണ്ടുവന്നു. ആ ക്ലാസ്സിൽ നിന്ന് ചെവി പിടിച്ച് പുറത്തേക്ക് കൊണ്ടുവന്നു. ഇമാം അബൂ ഹനീഫ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, നിങ്ങൾ ആ കുട്ടിയെ ദീനു പഠിക്കാൻ അനുവദിക്കണം. അവൻ ദീനു പഠിക്കട്ടെ, ദീനു പഠിക്കാൻ നിങ്ങൾ അനുവാദം നൽകണം. ഉമ്മ ദേഷ്യത്തിലൊരു മറുപടി പറഞ്ഞു, അബൂ ഹനീഫ, നിന്റെ ഇൽമു കൊണ്ട് വീട്ടിലെ പട്ടിണി മാറൂല, ദീനു കൊണ്ട് വീട്ടിലെ പട്ടിണി മാറൂല. അതിന് ജോലി ചെയ്യണം, അധ്വാനിക്കണം. അന്ന് ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ല ആ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ, ഒരു കാലം കടന്നു വരും, ഒരു കാലം കടന്നു വരും. അവൻ്റെ ഇൽമ് അവൻ്റെ മുന്നിൽ രാജകൊട്ടാരത്തിൽ വിളമ്പുന്ന ഫാലൂദജ് വിളമ്പുന്ന ഒരു കാലം വരും. രാജകൊട്ടാരത്തിൽ തയ്യാറാക്കുന്ന രാജകീയ ഭക്ഷണം ഉണ്ടല്ലോ, ഫാലൂദജ്, അത് നിങ്ങളുടെ മകൻ്റെ മുന്നിൽ അവൻ്റെ ഇൽമെത്തിക്കും. കാലം കടന്നുപോയി. മഹാനായ ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ല ഖാദി അബൂ യൂസുഫിന് സാലറി നിശ്ചയിച്ചു. ആ കുട്ടിയെ പഠിപ്പിച്ചു. സുൽത്താൻ ഹാറൂൺ റഷീദിൻ്റെ ഭരണം വന്നപ്പോൾ രാജ്യം വിശാലമായി. എത്രത്തോളം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആകാശത്തെ മേഘങ്ങളെ നോക്കി കൊട്ടാരത്തിൻ്റെ മുകളിൽ നിന്ന് ഹാറൂൺ റഷീദ് പറയുന്നതാണ്, മേഘങ്ങളെ നിങ്ങൾ ഏത് നാട്ടിൽ പോയി പെയ്താലും അവിടെയുള്ള ടാക്സ് എൻ്റെ കൊട്ടാരത്തിലെത്തും. അത്ര രാജ്യം വിശാലമായൊരു കാലം. അദ്ദേഹം പണ്ഡിതന്മാരെ കൊട്ടാരത്തിലേക്ക് വിളിച്ചു വരുത്തി, അവരെ ആദരിച്ചു, അവർക്ക് സമ്മാനങ്ങൾ നൽകി. ആ കൂട്ടത്തിൽ ഖാദി അബൂ യൂസുഫിൻ്റെ മുന്നിൽ രുചികരമായ ഒരു ഭക്ഷണം തയ്യാറാക്കി വച്ചിരിക്കുന്നു. ആദ്യമായിട്ടാണ് കാണുന്നത്. അദ്ദേഹം അത്ഭുതപ്പെട്ടുകൊണ്ട് ചോദിച്ചു, ഏതാണ് ഈ ഭക്ഷണം? ഭരണാധികാരിയുടെ മറുപടി, ഇത് ഫാലൂദജാണ്. ഞങ്ങൾ രാജകൊട്ടാരത്തിൽ തന്നെ വിരളമായിട്ടാണ് തയ്യാറാക്കുക. ഇന്ന് നിങ്ങളെ ആദരിക്കാൻ, നിങ്ങളെ ബഹുമാനിക്കാനാണ് ഇന്നിത് തയ്യാറാക്കിയിട്ടുള്ളത്. അത് കേട്ടതും ഖാദി അബൂ യൂസുഫ് പൊട്ടിക്കരഞ്ഞു എന്നാണ് ചരിത്രത്തിൽ. അന്ന് ഇമാം അബൂ ഹനീഫ റഹ്മഹുല്ല പറഞ്ഞ ആ വാക്ക് അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നു. അവൻ്റെ ഇൽമ് രാജകൊട്ടാരത്തിലെ ഭക്ഷണം അവൻ്റെ മുന്നിലേക്ക് എത്തിക്കും. സുബ്ഹാനല്ലാഹ്. ഈ ചരിത്രം പറഞ്ഞുകൊണ്ട് പണ്ഡിതന്മാർ പറയാറുണ്ട്, ദീനിൻ്റെ മാർഗത്തിലിറങ്ങിയാൽ ദുനിയാവൊന്നും നഷ്ടപ്പെടില്ല. നമ്മൾ ദീനു പഠിക്കാൻ വേണ്ടി ഒരു സമയം മാറ്റിവെച്ചു എന്നതുകൊണ്ട്, നമ്മുടെ മക്കളെ ആഴ്ചയിൽ ഒരു CREയിലേക്ക് പറഞ്ഞയച്ചു എന്നതുകൊണ്ട്, ഒരു ഇൻസ്പയർ ക്യാമ്പിലേക്ക് ഒരു 3 ദിവസം നമ്മൾ അവരെ പറഞ്ഞയച്ചു എന്നതുകൊണ്ട് ദുനിയാവിൽ നമുക്കൊന്നും നഷ്ടപ്പെടുകയില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നമ്മൾ ഒന്നാമതായി അവർക്ക് ദീന് നൽകണം. ദീന് നൽകുക എന്ന് പറയുമ്പോഴേക്ക് രക്ഷിതാക്കൾ ആലോചിക്കുന്നത് ഏത് ക്യാമ്പാണുള്ളത്? നാട്ടിൽ ജാലകം തുടങ്ങാറായോ, റിലീജിയസ് സ്കൂളായോ? നമ്മൾ ക്യാമ്പിനെ പറ്റിയാണ് ആലോചിക്കുന്നത്. നമ്മളുടെ ചുറ്റുപാടിൽ നിന്നാണ് നമ്മൾ ദീന് നൽകേണ്ടത്. നമ്മളാണ് അവർക്ക് ദീന് നൽകേണ്ടത്. അവരുടെ കൂടെ ഒന്നിച്ചിരിക്കുന്ന നിമിഷങ്ങളിലാണ് ഇസ്ലാമിൻ്റെ ആശയങ്ങൾ നമ്മൾ കൈമാറേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനെ പഠിപ്പിച്ചത് ഇതാ. ഒന്നാമത്തെ പീരീഡ് അഖീദ, ഉസൂലു സലാസ, എല്ലാവരും കിതാബ് എടുത്തു വരി. അദ്ദർസുസാനി, രണ്ടാമത്തെ പാഠം ഫിഖ്ഹാണ്, രണ്ടാമത്തെ വിഷയം ഫിഖ്ഹാണ്. ഇനി എല്ലാവരും നോട്ടടിക്കും. അങ്ങനെയാണോ? അല്ല, സാന്ദർഭികമായിരുന്നു. മദീനയിൽ തിരക്ക് പിടിച്ച് നിൽക്കാൻ. ഈത്തപ്പഴ കച്ചവടക്കാരുണ്ട് അവിടെ, പാൽക്കട്ടി കച്ചവടം ചെയ്യുന്നവരുണ്ട്, തേന് കച്ചവടം ചെയ്യുന്നവരുണ്ട്, അവിടെ കഥ പറഞ്ഞിരിക്കുന്ന ആളുകളുണ്ട്, എല്ലാവരും ഉണ്ട് മദീനയിൽ. അപ്പോഴാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ചത്ത് കിടക്കുന്ന ആടിനെ കാണുന്നത്. റസൂലുള്ളാഹി സ്വഹാബത്തിനെ വിളിച്ചു, വരും കൂട്ടരെ, ഈ ആടിനെ ദപ്പ കച്ചവടം ചെയ്യും. ആർക്കാണ് വേണ്ടത്? ഇപ്പോൾ പറഞ്ഞോളി. സ്വഹാബത്ത് പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ, ഞങ്ങൾക്ക് വേണ്ട. എന്തിനാണ് ഈ ആടിനെ ചത്ത് കിടക്കുന്ന, ദുർഗന്ധം വമിക്കുന്ന? ആർക്കെങ്കിലും ആവശ്യം ഉണ്ടാകും നബിയെ? ശരി, എന്നാ വലിയൊരു ഓഫറാണ്.
ഒരു പണവും തരണ്ട, ഒരു ദിർഹമും വേണ്ട, ദീനാറും വേണ്ട, ഒന്നും വേണ്ട, വെറുതെ എടുത്തോളി. ആർക്കും വേണം? സ്വഹാബത്ത് പറഞ്ഞു, നബിയെ വെറുതെ കിട്ടിയാലും വേണ്ട, ഞങ്ങൾക്ക് ആർക്കും വേണ്ട. അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചു കൊടുക്കണമെങ്കിൽ അറിയുക, ഈ ചത്ത് കിടക്കുന്ന ആടിൻ്റെ വില പോലും ഈ ദുനിയാവിന് അള്ളാഹുവിൻ്റെ അരികിലില്ലട്ടോ. നിങ്ങൾ വേണ്ടെന്ന് പറഞ്ഞില്ലേ? തട്ടിക്കളിച്ചില്ലേ? വെറുതെ കിട്ടിയാൽ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നും നിങ്ങൾ പറഞ്ഞില്ലേ? ഈ ദുനിയാവിന് ഈ ആടിൻ്റെ വില പോലും അള്ളാഹു ഈ ദുനിയാവിന് നൽകിയിട്ടില്ല. ഇതാണ് അധ്യാപനം. സാഹചര്യങ്ങളിൽ നിന്നാണ് നമ്മൾ മക്കൾക്ക് കൈമാറേണ്ടത്. നമ്മുടെ തീന്മേശകളിലാണ് ഇസ്ലാമിൻ്റെ വിജ്ഞാനത്തിൻ്റെ ചർച്ചകൾ നടക്കേണ്ടത്. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉർ റഹിം, കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിൽ പ്രവേശിക്കില്ല എന്ന് ഉസ്താദിന് പഠിപ്പിക്കാൻ കഴിയും. പക്ഷേ മോൻ്റെ കൈ പിടിച്ചിട്ട് മോനെ ലീവിന് പോകുന്ന സമയത്ത് കുടുംബക്കാരെ വീട്ടിൽ പോയിട്ട് ഇതാണ് മൂത്താപ്പ, ഇതാണ് എളാപ്പ, ഇതൊക്കെ നമ്മളെ ബന്ധുക്കളാണ്, ഉപ്പ മരിച്ചാലും ഈ ബന്ധൻ്റെ കുട്ടി നിലനിർത്തണം എന്നു പറയേണ്ടത് ഉപ്പയാണ്, എന്നു പഠിപ്പിക്കേണ്ടത് ഉമ്മയാണ്. ഒരു വെക്കേഷൻ സമയത്ത് നാട്ടിലേക്ക് പോകുമ്പോൾ കുടുംബക്കാരൊക്കെ ഒന്ന് അവരുടെ വീട്ടിലേക്ക് ചെന്ന് ആ ബന്ധങ്ങളൊന്ന് ചേർത്തു വെക്കേണ്ടത് ഉപ്പയാണ്. നാട്ടിലേക്ക് നമ്മൾ കുടുംബക്കാരെ വിളിക്കും, ആ വിളിക്കുന്ന സമയത്ത് ഇതാ മോൻ ഇവിടെ ഉണ്ട്, മോൻക്ക് നിങ്ങളൊന്ന് പരിചയപ്പെടണം എന്ന് പറഞ്ഞ് നമ്മുടെ കുടുംബക്കാരെ ആ ഒരു ബന്ധമുണ്ടാക്കിയെടുക്കേണ്ടത് നമ്മളാണ്. പലപ്പോഴും നമ്മൾ അതിൻ്റെ വിവരങ്ങളാണ് കൈമാറുന്നത്, പരിശീലനങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. മൻ കാന യുഅ്മിനു ബില്ലാഹി വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം ജാറഹു, അന്ത്യദിനത്തിലും അള്ളാഹുവിലും വിശ്വസിക്കുന്നവൻ അയൽവാസിയെ പരിഗണിക്കട്ടെ, അയൽവാസിയെ ആദരിക്കട്ടെ എന്ന് ഉസ്താദിന് പഠിപ്പിച്ചു കൊടുക്കാൻ കഴിയും. പക്ഷേ ലീവിന് പോകുന്ന സമയത്ത് അയൽവാസികളെ വീട്ടിലേക്ക് പോയിട്ട് ഇതൊക്കെ നമ്മുടെ അയൽക്കാരാണ്, ഇത് നമ്മുടെ ബന്ധുക്കളാണ്, അവരെ പരിഗണിക്കണം, അവരുടെ വീട്ടിൽ പട്ടിണി ഉണ്ടെങ്കിൽ നമ്മൾ അറിയണം എന്നു പഠിപ്പിക്കേണ്ടത് അധ്യാപകരാണ്. വൈകുന്നേര സമയത്ത് ചിലപ്പോൾ നമ്മൾ ബീച്ചിൽ പോകും, സൂര്യൻ ഇങ്ങനെ അസ്തമിക്കുന്ന സമയത്ത് നമ്മൾ മക്കൾക്ക് കാണിച്ചു കൊടുക്കും, മോനെ എന്തൊരു ഭംഗിയാണല്ലേ, ആ അസ്തമയത്തിന് എന്തൊരു ഭംഗിയാണ്, ആ നിറം മാറുന്നത് കണ്ടോ, കുറച്ച് കഴിഞ്ഞാൽ ആ സൂര്യൻ ഉണ്ടാവില്ല, ഇരുട്ടാകും. ഇത് നമ്മൾ കാണിച്ചു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് മകന് കൈമാറാൻ കഴിയുന്ന ഒരു ആദർശമുണ്ട്, മോനെ ആ സൂര്യനെ കണ്ടോ, ആ സൂര്യൻ ഉദിച്ചു നിൽക്കുമ്പോൾ ഇവിടുത്തെ ചൂട് എത്രയാണ്, എത്ര ശക്തമായ ചൂടാണ്. ആ സൂര്യൻ ഒരു സുറുമക്കോലിൻ്റെ അകലത്തിൽ എൻ്റെയും നിൻ്റെയും തലയുടെ മുകളിലെത്തുന്ന ഒരു മഹ്ശറുണ്ട്. ഇതേ സൂര്യൻ ഒരു സുറുമക്കോലിൻ്റെ അകലത്തിൽ നമ്മുടെ തലയുടെ മുകളിൽ ഉദിച്ചു നിൽക്കുന്ന ഒരു ദിവസമുണ്ട് മോനെ. അന്ന് അള്ള തണല് നൽകുന്ന വിഭാഗമാണ് ഷാബുൻ നശഅ ഫീ ഇബാദത്തില്ലാ. അള്ളാൻ്റെ മാർഗത്തിൽ നിൻ്റെ കുട്ടി, നിൻ്റെ യൗവനുണ്ടല്ലോ, നിൻ്റെ വിദ്യാർത്ഥിക്കാലുണ്ടല്ലോ, ആ പഠിക്കുന്ന സമയത്ത് ക്യാമ്പസിൽ തിന്മകൾ ഉണ്ടാകുമ്പോൾ ആ തിന്മകളോട് നോ പറഞ്ഞാൽ, അള്ളാഹുവിനെ പേടിച്ച് ജീവിച്ചാൽ നാളെ പടച്ചോൻ തണല് നൽകും. ഈ ഒരു ആശയം നമ്മളാണ് നമ്മുടെ മക്കൾക്ക് കൈമാറേണ്ടത്. പക്ഷെ പലപ്പോഴും അത്തരം ഒന്നിച്ചുള്ള സംസാരങ്ങളും അങ്ങനെ ഒന്നിച്ചുള്ള പങ്കുവെക്കലുകളും ഉണ്ടാകുന്നില്ല. മറ്റൊരു വിഷയം, നമ്മൾ അവരെ അറിയണമെന്നുള്ളതാണ്. കുട്ടികളെ നമ്മൾ അറിയണം. നമ്മുടെ സ്ഥാപനത്തിലൊക്കെ ചിലപ്പോൾ ചില പാരൻസ് വരും, മോനെ വിളിക്കാനാണ്, അപ്പോൾ നിങ്ങളെ കുട്ടി ഒരേ പേരുള്ള 2-3 ആളുകൾ ഉണ്ടാകുമ്പോൾ ഏത് ക്ലാസ്സിലാണ് മോനെന്ന് ചോദിക്കുമ്പോൾ ബാപ്പ ഫോൺ എടുത്തിട്ട് ഭാര്യനെ വിളിക്കാൻ, എടി ഓൻ ഏത് ക്ലാസ്സിലാണ്, ഉപ്പാക്ക് മോൻ ഏത് ക്ലാസ്സിലാണെന്ന് അറിയുന്നില്ല. ഏത് ക്ലാസ്സിലാണെന്ന് പോലും, അല്ലെങ്കിൽ നമ്മുടെ മക്കൾ എന്താണ് പഠിക്കുന്നത്, അവരുടെ ആരാണ്, അവരുടെ സാഹചര്യങ്ങൾ എന്താണ്, ഇതൊന്നും പലപ്പോഴും രക്ഷിതാക്കൾ അറിയുന്നില്ല. നോക്കൂ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഉമൈർ, ഒരു കൊച്ചുകുട്ടി സങ്കടപ്പെട്ടിരിക്കുകയാണ്. അതിനൊരു കാരണമുണ്ട്. അവനൊരു കിളിയുണ്ട്, നുഗൈർ. ആ കിളി ചത്തിട്ടുണ്ട്. അതിൻ്റെ സങ്കടത്തിലാണ്. കുട്ടികളുടെ ലോകം എന്ന് പറഞ്ഞാൽ അവർ കിളി വളർത്തും, അവർ മത്സ്യങ്ങൾ വളർത്തും, അവർക്ക് കളിപ്പാട്ടങ്ങൾ ഉണ്ടാകും, ആ കളിപ്പാട്ടം ഉടക്കും, മതിലിൽ വരക്കും. അപ്പോഴേക്കും നമ്മളാകെ മസിൽ പിടിച്ച് നമ്മൾ വരച്ച വരെ നിൽക്കണം എന്നതല്ല. കുട്ടികൾ എന്ന് പറഞ്ഞാൽ കളിപ്പാട്ടം നമ്മുടെ വീട്ടിൽ അതിങ്ങനെ ഷോക്കേസിൽ എടുത്തു വെക്കാനുള്ളതല്ല. ഉടയാത്ത കളിപ്പാട്ടങ്ങൾ ഉടഞ്ഞ ഒരു ബാല്യത്തെയാണ് അറിയിക്കുന്നത്. ഒരു പ്രശ്നമില്ലാതെ അവിടെ നമ്മുടെ വീട്ടിലിങ്ങനെ കളിപ്പാട്ടങ്ങൾ നിൽക്കുന്നുണ്ടെങ്കിൽ
ആ കുട്ടികളെ ബാല്യമൊക്കെ തകർന്നിട്ടുണ്ട്. കുട്ടികൾ എന്ന് പറഞ്ഞാൽ ഒരു സാധനം കിട്ടിയാൽ അവൻ കുറേ നേരം അതിൻ്റെ പുറത്ത് നോക്കും, പിന്നെ അതിൻ്റെ ഉള്ളിലുള്ളത് എന്താണെന്ന് അവനക്ക് അറിയണം. അവൻ അറിവിനെ തേടാൻ, ബുദ്ധി വളരുന്ന പ്രായമാണ്. ഉള്ളിലുള്ളത് എന്താണെന്ന് അറിയണം. ഒന്ന് പൊട്ടിച്ചു നോക്കും, ചിലപ്പോൾ ഒന്ന് ഇടിച്ചു നോക്കും. അത് നോക്കിയിട്ട് അതിൻ്റെ ഉള്ളിലുള്ള അറിവ് അവൻ തേടാൻ. അതാണ് കുട്ടിത്തന്നുള്ളത്. നമ്മളതിങ്ങനെ വേറെന്തൊരു സങ്കീർണമായി നമ്മളെപ്പോലെ അവർ മെച്ചേർഡാകണം എന്ന് നമ്മൾ കരുതരുത്. രണ്ടാമത്തെ ഒരു കുട്ടി ഉണ്ടായാൽ ഒന്നാമത്തെ കുട്ടി അവൻ 5 വയസ്സേ ഉള്ളൂ, പക്ഷെ നമ്മളൊരു മെച്ചേർഡായി നമ്മളൊരു പ്രത്യേകമായ ഒരു പക്വത അവന് വരച്ചു വെക്കുന്നുണ്ട്. അത് ശരിയല്ല. ഞാൻ പറഞ്ഞു വന്നത്, ആ കുട്ടി സങ്കടപ്പെട്ടിരിക്കാൻ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ കുട്ടിയുടെ അരികിലേക്ക് വരുന്നു. റസൂലുള്ളാഹി വായിക്കുകയാണ് ആ മുഖത്ത് നിന്ന്, അവൻ എന്തോ ഒരു സങ്കടമുണ്ട്. ആ കുട്ടിയുടെ അരികിലിരുന്നു കൊണ്ട് അള്ളാഹുവിൻ്റെ റസൂൽ ചോദിക്കുന്നു, യാ അബാ ഉമൈർ മാ ഫഅലൻ നുഗൈർ, മോനെ നിന്റെ കിളിക്ക് എന്തു പറ്റി? എന്താണെടാ സങ്കടം? എന്തു പറ്റിയ നിന്റെ കിളിക്ക്? ആ കുട്ടിയുടെ സങ്കടം അറിയുന്ന അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. പക്ഷെ പലപ്പോഴും നമ്മൾ നമ്മുടെ മക്കളെ അറിയുന്നില്ല, കൂടെ ഇരിക്കുന്നില്ല, ഒന്ന് സംസാരിക്കുന്നില്ല. മുമ്പ് വായിച്ചൊരു കഥയാണ്, ഒരു പ്രവാസിയുടെ ഒരു അനുഭവം. അദ്ദേഹം നാട്ടിലെത്തി, ലീവ് കഴിഞ്ഞ് തിരിച്ചു മടങ്ങാൻ നിൽക്കാൻ. അപ്പോൾ മകൻ ചോദിച്ചു എന്നാണ്, ഉപ്പ ഒരു ദിവസത്തെ എൻ്റെ ഉപ്പാൻ്റെ സാലറി എത്രയാണ്? അപ്പോൾ ഒരു ദിവസം എത്ര കിട്ടും? ഇപ്പോൾ ചോദിച്ചു, എന്നാലേ എനിക്കൊരു 300 തരും, 300 രൂപ എനിക്ക് തരും. അപ്പോൾ ഇയാൾക്ക് ദേഷ്യം പിടിച്ചു, എന്തിനാണ് ഇപ്പോൾ ഇത്ര ചെറിയ പ്രായത്തിൽ എനിക്ക് 300? നന്നായി ഷൗട്ട് ചെയ്തു. ആ കുട്ടി കരഞ്ഞ് അവൻ തേങ്ങി അവൻ റൂമിൽ പോയി കിടന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഇയാൾക്കും മാനസികമായൊരു പ്രയാസം, നാളെ ഏതായാലും പോവല്ലേ. ആ 300 കയ്യിൽ പിടിച്ചിട്ട് അദ്ദേഹം റൂമിൽ ചെന്നു, മോനെ വിളിച്ചു. ആ പൈസ കൊടുത്തിട്ട് പറഞ്ഞത് ഉമ്മച്ചിൻ്റെ കയ്യിൽ കൊടുക്കണം, എന്തു വേണമെങ്കിലും ഉമ്മാനോട് പറഞ്ഞാൽ മതി, ഉമ്മ വാങ്ങിത്തരും എന്നൊക്കെ പറയുമ്പോഴും ആ കുട്ടി ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഉപ്പ പറയുന്നതൊന്നും അവൻ നോക്കുന്നില്ല. അവന് ആ പൈസയും പിടിച്ച് അവൻ്റെ കളിപ്പാട്ടങ്ങൾക്കിടയിൽ ചെന്ന് ഒരു തകരപാത്രം തുറന്ന് കുറേ നാണയത്തുട്ടുകൾ അവനെടുത്തു. ആ പൈസ ഉപ്പാൻ്റെ കയ്യിൽ കൊടുത്തിട്ട് അവൻ പറഞ്ഞു എന്നാണ്, ഉപ്പ നാളത്തെ എൻ്റെ ഉപ്പാൻ്റെ സാലറി ഞാൻ തരാം, ഒരു ദിവസം എൻ്റെ കൂടെ ഇരിക്കുമെന്നാണ്. ഇപ്പോൾ വന്നിട്ട് ഒരുപാട് മാസങ്ങളായി. എനിക്ക് കുറേ കഥകൾ പറയാനുണ്ട്, സ്കൂളിലെ വിശേഷങ്ങൾ പറയാനുണ്ട്, എനിക്ക് ഉപ്പയോടൊന്ന് മനസ്സു തുറന്ന് സംസാരിക്കാനുണ്ട്, ഉപ്പയുടെ കൂടെ ഒന്ന് കളിക്കാൻ എനിക്ക് ആഗ്രഹമുണ്ട്. ഒരു ദിവസത്തെ സാലറി ഞാൻ തരാം, ഒരു ദിവസം എൻ്റെ കൂടെ ഒന്ന് മുഴുവനായിട്ടിരിക്കുമോ? പലപ്പോഴും ഇതാണ് അവസ്ഥ. അവരുടെ എത്ര തിരക്കുണ്ടെങ്കിലും നമ്മളാണ് അവരുടെ ഉപ്പ. നിങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമയക്രമീകരണം ചിന്തിച്ചിട്ടുണ്ടോ? സുബഹി നമസ്കാരം കഴിഞ്ഞ് അദ്കാറുകൾ കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സമയം കുടുംബത്തിനാണ്. അസർ നമസ്കാരത്തിൻ്റെയും മഗ്രിബിൻ്റെയും ഇടയിലുള്ള അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സമയം കുടുംബത്തിനാണ്. ഇശാ കഴിഞ്ഞ് അന്ന് ആരുടെ വീട്ടിലാണോ ആ വീട്ടിലേക്ക് മുഴുവൻ ഭാര്യമാരെയും മക്കളെയും വിളിച്ചു വരുത്തി ഒന്നിച്ചുപദേശം നൽകും. ഒരു ദിവസത്തിൽ 3 സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കുടുംബത്തിനാണ് മാറ്റിവെച്ചത്. രാജ്യത്തിലെ ഭരണാധികാരിയാണ്, പള്ളിയിലെ ഇമാമാണ്, എന്തെല്ലാം ഉത്തരവാദിത്തങ്ങൾ, 11 ഭാര്യമാർ, 7 മക്കൾ. അവരെ എല്ലാം പരിഗണിച്ചു, അവരെ കേട്ടു, അവരോട് സംസാരിച്ചു, അവർക്ക് സമയം നൽകി. എന്താ നമ്മുടെ ഉമ്മ ആയിഷ റളിയല്ലാഹു തന്നെ പറഞ്ഞത്? ഞങ്ങളുടെ മുഴുവൻ ആളുകളുടെയും അരികിലേക്ക് അള്ളാഹുവിൻ്റെ റസൂൽ എത്താത്ത ദിവസം വളരെ കുറവാണ്. അപ്പം നമ്മുടെ കുടുംബത്തിന് സമയം നൽകുക എന്നത് മക്കളെ കേൾക്കാൻ, മക്കളോട് സംസാരിക്കാൻ, അവർക്ക് പറയാനുള്ളത് കേൾക്കാൻ നമുക്ക് സമയമുണ്ടാകണം. മറ്റൊരു വിഷയം, നമ്മൾ അവർക്ക് കാവൽ നിൽക്കണം. തഅദുദ്ദിആബു അലാ മൻ ലാ കിലാബ ലഹു. കാവലില്ലാത്ത ചെന്നായ കൂട്ടങ്ങളെ, ആട്ടിൻപറ്റത്തെയാണ് ചെന്നായ പിടിക്കുക. കാവലില്ലെങ്കിൽ ചെന്നായ കൊണ്ടുപോകും. കാവലുണ്ടെങ്കിലോ ചെന്നായ കൂട്ടങ്ങൾക്ക് വരാൻ പേടിയാവും. നമ്മൾ കാവൽ നിൽക്കണം മക്കൾക്ക്. കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയ്യതിഹി. നമ്മൾ ഭരണാധികാരികളാണ്. നമ്മുടെ മക്കളെക്കുറിച്ച് പടച്ചോൻ്റെ മുന്നിൽ മറുപടി പറയേണ്ടി വരും. അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ മക്കൾക്ക് കാവലിരിക്കണം, പ്രത്യേകിച്ച് നമ്മുടെ നാട്ടിലെ സാഹചര്യത്തിൽ. നിലമ്പൂർ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നൊരു കുട്ടി, അവന് പേടിച്ചിരിക്കുകയാണ് ക്ലാസ്സിൽ.
ക്ലാസ്സിൽ പേടിച്ചിരിക്കുകയാണ്. ഇപ്പം അറബി മാഷോടൊന്ന് സംസാരിക്കാൻ പറഞ്ഞു. ഇപ്പം എന്താണ് വിഷയം? ബസ് സ്റ്റാൻഡിൽ നിൽക്കുമ്പോൾ ഒരാൾ വന്നിട്ട് ഒരു പൊതി കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ഇന്ന ആൾക്ക് കൊടുക്കണം, കൊടുത്താൽ 30 രൂപ തരാം. 30 രൂപ എന്ന് പറഞ്ഞാൽ ഒരു 5ലും 6ലും പഠിക്കുന്ന കുട്ടിക്ക് വലിയ സംഖ്യയാണ്. ഓന് അത് കൊണ്ടുപോയി കൊടുത്തു, ആ പൈസ വാങ്ങി. അടുത്ത ദിവസവും വന്നു, 40 രൂപ തരാം. രണ്ടാമത്തെ ദിവസവും ചെയ്തു. പിറ്റത്തെ ദിവസം ഒരു സൈക്കിളേറ്റാണ് വരുന്നത്. ഈ സൈക്കിൾ ആ കടയിൽ കൊണ്ടുപോയി വിറ്റ് അതിൻ്റെ പൈസ കൊണ്ടുപോയി കൊടുക്കണം എന്നാണ്. ഈ കുട്ടി പറഞ്ഞു, ഞാൻ ചെയ്യൂല. ഇപ്പം ഇയാൾ പറയാണ്, കഴിഞ്ഞ 2 ദിവസം ഞാൻ ആരാന്നറിയോ, ഞാൻ ഈ ബസ് സ്റ്റാൻഡിൽ കഞ്ചാവ് എത്തിക്കുന്ന ആളാണ്. മഫ്തിയിൽ അവിടെ പോലീസുണ്ട്. ഞാൻ അവിടെ എത്തി എന്നെ പിടിക്കും. ഞാൻ ചെയ്യുന്ന പണി 2 ദിവസം നിന്നെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചത്. ഇനി എന്നെ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുക, ഇവനാണ് എൻ്റെ പാർട്ട്ണർ, ഇവനെ കൊണ്ടാണ് ഈ പണിയൊക്കെ ചെയ്യിപ്പിച്ചത്. അതുകൊണ്ട് ഇനി ഞാൻ പറയുന്നത് ചെയ്യണമെന്നാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ചുറ്റും നമ്മുടെ മക്കളുടെ ചുറ്റും കണ്ണു വേണം. 4 ഭാഗത്തും കണ്ണു വേണം. നമ്മുടെ 5ലും 6ലും പഠിക്കുന്ന നമ്മുടെ മക്കൾ ലഹരി മാഫിയയുടെ മാർക്കറ്റാണ്. നമ്മുടെ പെൺകുട്ടികൾ കാലിനടിയിൽ ബ്ലേഡ് കീറി അതിൽ മരുന്ന് തിരകി അവർ ക്ലാസ്സിലിരിക്കുന്ന നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? എന്നാൽ നമ്മുടെ കുടുംബങ്ങളിലുള്ള കുട്ടികൾ നമ്മുടെ മക്കളുടെ അരികിൽ അങ്ങനെ ഇരിക്കുന്നുണ്ട്. അവരുടെ ക്ലാസ്സുകളിലുണ്ട്, അവരുടെ ക്യാമ്പസുകളിലുണ്ട്, അവരുടെ അയൽപ്പക്കങ്ങളിലുണ്ട്. ഇവിടെ നമുക്കൊരു ബാധ്യതയുണ്ട്. നമ്മൾ നല്ല രൂപത്തിൽ ശ്രദ്ധിക്കണം. ഒന്നും അറിയാത്ത പ്രായത്തിൽ അവരെ ലൈംഗികമായി ചൂഷണം ചെയ്യാൻ നിൽക്കുന്നവരുണ്ട്. കുടുംബങ്ങളിലുണ്ട്, അടുപ്പമുള്ളവരിലുണ്ട്. ഇതിൻ്റെ അർത്ഥം എല്ലാവരെയും സംശയത്തോടു കൂടെ നോക്കണം എന്നല്ല. ഒരു കരുതൽ എപ്പോഴും നമ്മുടെ മക്കളുടെ അരികിലുണ്ടാകണം എന്നതാണ് പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ളത്. മറ്റൊന്ന്, പുതിയ കാലത്തിനനുസരിച്ചുകൊണ്ട് നമ്മുടെ മക്കൾക്ക് കഴിവുകൾ നമ്മൾ നൽകണം. നമ്മൾ പിന്നെ എന്തായാലും കുഴപ്പമില്ല, ഇങ്ങോട്ട് പോരെ, ബാപ്പോടെ വിസ റെഡിയാക്കും, അങ്ങനെ ഒരു പ്രതീക്ഷ അല്ല മക്കൾക്ക് കൊടുക്കേണ്ടത്. ഇവിടെ കുവൈത്തിൽ ഉഷാറാണ്, ഇങ്ങോട്ട് പോരെ, ഇപ്പോൾ ഡിഗ്രി കഴിഞ്ഞാൽ ഇവിടെ അങ്ങോട്ട് സെറ്റിലാകാം, അതല്ല. ഏതെങ്കിലും ഒരു ജോലിയിലേക്ക് അവരെ ഒതുക്കി നിർത്തുക എന്നതല്ല. അവർ ഭൗതികമായ പുതിയ കഴിവുകൾ നേടണം. ഏറ്റവും ഉയരങ്ങളിലേക്ക് എത്താൻ മക്കളെ പ്രോത്സാഹിപ്പിക്കണം. CE 700കളിൽ സമുറത്ത് ബിൻ ജുന്ദുബ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ പേരക്കുട്ടി ആസ്ട്രോലാബ് നിർമ്മിച്ചിട്ടുണ്ട്. സ്വഹാബിൻ്റെ പേരക്കുട്ടിയാണ്. CE 700കളിൽ ഏത് കാലഘട്ടം? തിരമാലകൾ കരയിലേക്ക് തള്ളുന്ന നക്ഷത്ര മത്സ്യങ്ങളെ പിടിച്ച് യൂറോപ്പിലെ കുട്ടികൾ കളിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ നേതാക്കന്മാർ പറഞ്ഞു, ആകാശത്തിലെ നക്ഷത്രങ്ങളെ സ്വപ്നം കാണൂ. അതാണ് നമ്മുടെ മുൻഗാമികൾ. ഇസ്ലാമിൻ്റെ പറുദീസകളിൽ, ബഗ്ദാദിൽ, ദിമഷ്കിൽ പള്ളി മിനാരങ്ങളോട് ചേർന്ന് വാന നിരീക്ഷണത്തിനുള്ള സൗകര്യങ്ങൾ ഉണ്ടായിരുന്നു. അങ്ങനെ വിദ്യാഭ്യാസപരമായി മുന്നിൽ നിന്നവരാണ് നമ്മുടെ മുൻഗാമികൾ. ഭൗതികമായി നല്ല കഴിവുകൾ അവർക്ക് നൽകണം. ഭാഷയിൽ കഴിവുണ്ടാകണം. IT രംഗത്ത് അവർക്ക് കഴിവുണ്ടാകണം. പുതിയ ടെക്നോളജികൾ അവർ പഠിക്കണം. ദീനീ പഠനത്തിൻ്റെ കൂടെ അത്തരം കാര്യങ്ങൾ കൂടെ നമ്മുടെ മക്കൾക്ക് നമ്മൾ കൈമാറണം. ഇമാം ഷാഫി റഹ്മഹുല്ല ആ കാലഘട്ടത്തിലെ ഏറ്റവും അഗ്രഗണ്യനായ അമ്പെയ്ത്തുകാരനായിരുന്നു. ഇമാം ഷാഫി പറയാറുണ്ട്, 2 കാര്യങ്ങളിൽ എന്നെ തോൽപ്പിക്കാൻ കഴിയില്ല. ഒന്ന് കവിതയാണ്, 2 അമ്പെയ്ത്താണ്. ദുനിയാവ് ഭൗതികമായ ഇൽമ്, അതിൽ നമ്മുടെ പിൻഗാമികൾ പിറകോട്ട് പോയിട്ടില്ല. ദീനി വിജ്ഞാനം മാത്രമല്ല, ഭൗതികമായ വിഷയങ്ങളിലും അവർ മുന്നിൽ നിന്നു. നമ്മുടെ സമുദായത്തിൽ നല്ല എഞ്ചിനീയർമാരുണ്ടാകണം, നല്ല ഡോക്ടർമാരുണ്ടാകണം, നല്ല ഭാഷയിൽ കഴിവുള്ളവരുണ്ടാകണം. നമ്മുടെ മക്കൾക്ക് അങ്ങനെ ചില സ്വപ്നങ്ങൾ കൂടെ പങ്കുവെക്കാൻ നമുക്ക് സാധിക്കണം. സലാഹുദ്ദീൻ അയ്യൂബി എങ്ങനെയാണ് മസ്ജിദുൽ അക്സ വിജയിച്ചടക്കിയത്? പെട്ടെന്നൊരു നാളുണ്ടായ ആഗ്രഹമാണോ? അമ്മിഞ്ഞപ്പാലിൻ്റെ കൂടെ ഉമ്മ കൈമാറിയ വികാരമാണ് അക്സ. മോനെ വിളിച്ച് ചെറിയ പ്രായത്തിൽ പറഞ്ഞു കൊടുത്തു, മോനെ ആ നാട് ഏതാണെന്ന് അറിയുമോ? നിന്റെ പ്രവാചകന്മാർ മുസല്ല വിരിച്ച അക്സ ഉണ്ടല്ലോ, ഖുദ്സിൻ്റെ മണ്ണുണ്ടല്ലോ, അത് വിജയിച്ചടക്കണം.
ഉമ്മ കൈമാറിയ ആവേശമാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ചിന്ത നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. ഭൗതികമായ കഴിവുകൾ നമ്മുടെ മക്കൾക്ക് നൽകാനുള്ള പരിശ്രമങ്ങൾ നമ്മുടെ ഭാഗത്തുനിന്ന് വേണം. അതോടൊപ്പം പുസ്തകങ്ങൾ നമ്മൾ അവരെ പരിചയപ്പെടുത്തണം, വായിക്കാൻ പറയണം. നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഒന്നാമത്തെ വഹി എന്താണ്? ഒന്നാമത്തെ കൽപ്പന ഇഖ്റ, വായിക്കണം. ശരിക്കും ആദ്യത്തെ ഒരു വഹി ഇറങ്ങുമ്പോൾ അറബികളെ പിടിച്ചു കുലുക്കണ്ടേ? അത് കേൾക്കുന്ന ആളുകൊന്നും പിടിച്ചു കുലുക്കുന്ന, ഞെട്ടിത്തരിക്കുന്ന ഒരു കൽപ്പനയല്ല ആദ്യം വരേണ്ടത്. ഇഖ്റ എന്ന കൽപ്പന ഇറങ്ങുമ്പോൾ അവിടെ വായന ഉണ്ടോ? അറബികൾക്കിടയിൽ വായന ഉണ്ടോ? എന്ത് വായന? അവർ സംസാരിക്കും, കവിത പാടുന്നല്ലാതെ ഏത് പുസ്തകങ്ങളാണുള്ളത്? അല്ലമ ബിൽ ഖലം. അന്ന് പേനയ്ക്കെന്ത് പ്രസക്തിയാണുള്ളത്? പേനയ്ക്കെന്തു പ്രസക്തി? വായനയ്ക്കെന്തു പ്രസക്തി? ആ കാലഘട്ടത്തിൽ ഒട്ടും പ്രസക്തമല്ലാത്ത കാര്യങ്ങളാണ് ആദ്യം പറഞ്ഞത്. ഇന്നോ ലോകാവസാനം വരെ നിത്യപ്രസക്തമാണ് ആ കൽപ്പനകൾ. ലോകാവസാനം വരെ നിലനിൽക്കുന്ന പ്രസക്തമായ കൽപ്പനയാണ് 1400 വർഷം മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് അവതരിപ്പിക്കപ്പെട്ടത്. വായനയ്ക്ക് പ്രസക്തിയുണ്ട്. വായിക്കാൻ നമ്മൾ പറയണം. ഖയ്യിദുൽ ഇൽമ ബിൽ കിതാബ്. ഇൽമ കിതാബുമായി ബന്ധപ്പെട്ടതാണ്. ചെറിയ ലൈബ്രറികൾ അവർക്കുണ്ടാകണം. അറിയുന്ന ആളുകളോട് ചോദിച്ച് നമ്മുടെ മക്കൾ വായിക്കേണ്ട പുസ്തകങ്ങൾ ഏതാണ്, അതിൻ്റെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി, ഇതാ ഇത്ര ദിവസത്തിനുള്ളിൽ ഈ പുസ്തകങ്ങൾ വായിച്ച് തീർക്കണം, അതിനൊരു ചെറിയ സമ്മാനമൊക്കെ നൽകി. പ്രത്യേകിച്ച് അവധിക്കാലമാണ്. അവധിക്കാലം, നമ്മുടെ മക്കളുടെ അവധിക്കാലത്തെക്കുറിച്ച് നമുക്കൊരു പ്ലാൻ ഉണ്ടാകണം. എവിടെ കൊണ്ടാക്കാന്നല്ല ആലോചിക്കേണ്ടത്. 2 മാസം ഇനിയിപ്പോൾ എന്താ ചെയ്യുക, എവിടെയാണ് അവരെ കൊണ്ടാക്കുക, അതല്ല. ആ സമയത്തേക്ക് നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കി ഒരു 10 പുസ്തകങ്ങളെങ്കിലും അവർ ഈ അവധിക്കാലത്ത് വായിക്കുന്നു എന്നൊക്കെ ഉറപ്പിക്കാനുള്ള അത്തരം ആലോചനകൾ, ചിന്തകൾ നമ്മുടെ ഭാഗത്ത് നിന്നുണ്ടാകണമെന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്താൻ. അനുഭവങ്ങൾ കൈമാറണം. ജീവിതം എന്ന് പറഞ്ഞാൽ സുഖവും ദുഃഖവും ചേർന്നതാണ്. അത് മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ചില പാരൻസ് വിചാരിച്ചിട്ടുള്ളത് എല്ലാം വാങ്ങിക്കൊടുത്താലാണ് നല്ല രക്ഷിതാവുക. അവർ ചോദിക്കുന്നതൊക്കെ കൊടുക്കലാണ് നല്ല പാരൻറ്റിങ് എന്നാണ് കരുതിയിട്ടുള്ളത്. നമ്മൾ ചോദിക്കുന്നതൊക്കെ പടച്ചോൻ തരുന്നുണ്ടോ? ഇല്ലല്ലോ. നമ്മൾ ചോദിക്കുന്നതൊക്കെ അള്ളാഹ് തരുന്നില്ലല്ലോ. അപ്പോൾ ഏറ്റവും നല്ല പാരൻറ്റിങ് എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല അനുഭവങ്ങൾ കൈമാറലാണ്. അനുഭവങ്ങൾ മക്കൾക്ക് ഉണ്ടാകണം. അവർ പട്ടിണി അറിയണം, അവർ ജീവിതത്തിൻ്റെ ദുഃഖങ്ങൾ അറിയണം, പ്രയാസങ്ങൾ അറിയണം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം ചോദിച്ച് ഒരു മൊബൈൽ കൊടുത്തിട്ടില്ലെങ്കിൽ കയറേറ്റ് പോകും. ഒരു മിഠായി വാങ്ങി കൊടുത്തിട്ടില്ലെങ്കിൽ അപ്പോഴേക്കും കയറെടുത്തിട്ട് പോകും അവന്. കാരണം ജീവിതത്തിൽ കയ്പറിഞ്ഞിട്ടില്ല, ജീവിതത്തിൽ പട്ടിണി അറിഞ്ഞിട്ടില്ല, ജീവിതത്തിൽ സങ്കടങ്ങൾ അറിഞ്ഞിട്ടില്ല. നമ്മൾ ജീവിതത്തിലെ പച്ചയായ അനുഭവങ്ങൾ മക്കൾക്ക് കാണിച്ചു കൊടുക്കണം. നാട്ടിൽ ലീവിന് പോകുമ്പോൾ വഴിയോരത്ത് കിടക്കുന്ന നാടോടി സ്ത്രീകളുണ്ടാവും റെയിൽവേ സ്റ്റേഷനിൽ. അവരെ കൂടെ ചെറിയ മക്കളുണ്ടാകും. ഭക്ഷണത്തിന് വേണ്ടി കൈ നീട്ടുന്ന കുട്ടികൾ. കാണിച്ചു കൊടുക്കണം മക്കൾക്ക്. മോനെ, ആ ഒട്ടിയ വയറുള്ള ആ കുട്ടിനെ കണ്ടോ? കുഴിഞ്ഞ കണ്ണുകളുള്ള ആളുകളുടെ മുന്നിൽ കൈ നീട്ടുന്ന ആ കുട്ടിനെ കണ്ടോ? ഒരു നേരത്തെ ഭക്ഷണത്തിനാണ് മോനെ ആ കുട്ടിയെ കൈ നീട്ടുന്നത്. അവർ കിടക്കുന്ന സ്ഥലം കണ്ടോ എൻ്റെ കുട്ടി? ഇവിടെ മഴ പെയ്താൽ എന്താണൊന്ന് തടുക്കാനുള്ളത്, ഒന്ന് തടയാനുള്ളത്? ആ പട്ടിണി പാവങ്ങളെ കണ്ടോ? അത് കാണിച്ചു കൊടുക്കണം. അത് കണ്ടാൽ ഓന് ഭക്ഷണം കഴിച്ച് എഴുന്നേൽക്കുമ്പോൾ പ്ലേറ്റിലൊന്നും ബാക്കി ഉണ്ടാവില്ല. ഭക്ഷണത്തിൻ്റെ അനുഗ്രഹം അവന് മനസ്സിലാകും. ഇപ്പോൾ വിശപ്പില്ലമ്മ എന്ന് പറയണില്ലേ? വിശപ്പില്ലപ്പ, ആ വിശപ്പില്ലായ്മട്ട് പോകും, വിശപ്പറിയും. ആരോഗ്യം കാണിച്ചു കൊടുക്കണം. ആശുപത്രിയിൽ കൊണ്ടുപോകണം കൂടെ. അവൻ്റെ പ്രായത്തിലുള്ള കുട്ടികളുണ്ടാകും, ഡയാലിസിസിന് വേണ്ടി കാത്തിരിക്കുന്ന, വേദന കൊണ്ട് പുളയുന്ന പാവപ്പെട്ട മനുഷ്യരെ കാണിച്ചു കൊടുക്കണം. ആരോഗ്യം തിരിച്ചറിയും, അനുഗ്രഹങ്ങൾ തിരിച്ചറിയും. ഞാൻ പറഞ്ഞു വരുന്നത് ജീവിതത്തിലെ ഈ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ മക്കളെ കാണിച്ചു കൊടുക്കണം. അങ്ങനെ മക്കളെ വളർത്താൻ നമ്മൾ പരിശ്രമിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം അവർക്ക് ദീനെത്തിക്കാനുള്ള സംവിധാനങ്ങൾ മാക്സിമം നമ്മൾ ഉപയോഗപ്പെടുത്തുക. ഇൻഷാ അല്ലാഹ് 1, 2, 3 തീയതികളിൽ 9ാം ക്ലാസ് മുതൽ +2 വരെയുള്ള കുട്ടികൾക്ക്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഇൻസ്പയർ ക്യാമ്പ് നടക്കാനിരിക്കുകയാണ്. നമ്മുടെ പരിചയത്തിലുള്ള വിദ്യാർത്ഥികളെ നമ്മൾ പങ്കെടുപ്പിക്കുക.
നാട്ടിൽ ഇൻഷാ അല്ലാഹ് ഒരു വലിയ വിദ്യാർത്ഥി സമ്മേളനം നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കേരള സ്റ്റുഡൻസ് കോൺഫറൻസ് മെയ് 11-ാം തീയതിയാണ് ഇൻഷാ അല്ലാഹ് നടക്കാനിരിക്കുന്നത്. ഒറ്റ ദിവസത്തെ പ്രോഗ്രാമല്ല. 2024 ഓഗസ്റ്റ് 25-നാണ് നമ്മൾ പ്രഖ്യാപിച്ചത്. അന്ന് തുടങ്ങിയ പ്രബോധന പ്രവർത്തനങ്ങളാണ്. 500-ലധികം വിദ്യാലയങ്ങളിൽ ലഹരിക്കെതിരെയുള്ള പ്രോഗ്രാമുകൾ നമ്മൾ സംഘടിപ്പിച്ചു കഴിഞ്ഞു. മൊത്തത്തിൽ ക്യാമ്പസുകളിലുമെല്ലാം ആയിക്കൊണ്ട് 500-ലധികം പ്രോഗ്രാമുകൾ, 100-ലധികം ധർമ്മസമര സംഗമങ്ങൾ നമ്മൾ നടത്തിക്കഴിഞ്ഞു. ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്നുകൊണ്ട് തൗഹീദ് പറയുകയാണ്. കേരളത്തിൻ്റെ മുക്കുമൂലകളിൽ വാഹന പ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇൻഷാ അല്ലാഹ് 6-ാം തീയതി മുതൽ മെയ് 6-ാം തീയതി മുതൽ 10-ാം തീയതി വരെ സൊല്യൂഷൻ എന്ന പേരിൽ ഒരു എക്സിബിഷൻ നമ്മൾ നടത്താനിരിക്കുകയാണ്. ജനങ്ങൾക്ക് ഇസ്ലാമിനെ പറഞ്ഞു കൊടുക്കുന്ന, അള്ളാഹുവിനെ പറഞ്ഞു കൊടുക്കുന്ന മനോഹരമായ ഒരു എക്സിബിഷൻ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വലിയൊരു ടീം അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. സാൽവേഷൻ നമ്മൾ പരിചയമുണ്ടായിരിക്കും. അതിങ്ങനെ ഒരു ഫ്ലക്സ് വായിച്ചു പോകുന്ന രൂപമായിരുന്നു ആ കാലഘട്ടത്തിൽ. അതാണ് അതിൻ്റെ ഒരു രൂപത്തിലാണ് അന്ന് നമ്മൾ തയ്യാറാക്കിയത്. എന്നാൽ AI കാലഘട്ടത്തിൽ പുതിയ ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് ഇസ്ലാമിനെ പരിചയപ്പെടുത്താൻ, കുട്ടികൾ അനുഭവിക്കുന്ന പ്രതിസന്ധികൾക്ക് പരിഹാരം നിർദ്ദേശിക്കാൻ, പോണോഗ്രഫിക്ക് നമുക്കവിടെ പരിഹാരം നിർദ്ദേശിക്കാനുണ്ട്, ഡിപ്രഷന് നമുക്കവിടെ പരിഹാരങ്ങൾ കൈമാറാനുണ്ട്, ലഹരിയുടെ അഡിക്ഷന് നമുക്ക് പരിഹാരങ്ങൾ നിർദ്ദേശിക്കാനുണ്ട്, കരിയർ രംഗത്ത് കുട്ടികൾക്ക് കാഴ്ചപ്പാടുകൾ നൽകാനുണ്ട്. കൗൺസിലിംഗ് നമ്മൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോഴേക്കും 100 കണക്കിന് രക്ഷിതാക്കൾ അവർ രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് വിദ്യാർത്ഥികളിലേക്ക് ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിക്കാനുള്ള, കുടുംബസമേതം ആളുകൾക്ക് പങ്കെടുക്കാൻ കഴിയുന്ന സൊല്യൂഷൻ ക്യാമ്പ് നമ്മൾ തയ്യാറാക്കി കഴിഞ്ഞു. അതോടൊപ്പം 10,000 പങ്കെടുക്കുന്ന ഒരു വിദ്യാർത്ഥി സമ്മേളനം ഇൻഷാ അല്ലാഹ് മെയ് 11-ാം തീയതി നടക്കാനിരിക്കുകയാണ്. ഓഗസ്റ്റ് 24 മുതൽ നമ്മൾ ആരംഭിച്ച ഈ ഒരു പദ്ധതിക്ക് വലിയൊരു സാമ്പത്തികമായ പിന്തുണ നമുക്ക് ആവശ്യമാണ്. 1 കോടിയോളം രൂപ നമുക്ക് ചെലവായി വരുന്നുണ്ട്. നമുക്ക് കഴിയുന്നത് എന്താണോ അത് അള്ളാഹുവിൻ്റെ ദീനിൻ്റെ മാർഗത്തിൽ നമ്മൾ നൽകുക. നമ്മുടെ പരിചയക്കാരിലേക്ക് ഇത്തരം നന്മകൾ നമ്മൾ കൈമാറുക. അബൂ ഹുറൈറ റളിയല്ലാഹു തന്നെ പലപ്പോഴും നമുക്കറിയാം, 5374 ഹദീസ് കൈമാറിയ അബൂ ഹുറൈറ. ഇസ്ലാം എത്തിച്ച തുഫൈൽ ഇബ്നു അംർ അദ്ദൗസിയെ പല ആളുകൾക്കും അറിയില്ല. നമ്മൾ കാരണം ഒരാൾ ഈ ആദർശത്തിലേക്ക് വന്നാൽ, ഈ നന്മയിലേക്ക് വന്നാൽ അവരുടെ പ്രതിഫലം കൂടെ നമുക്കുണ്ടാകും എന്ന തിരിച്ചറിവോടുകൂടെ പരമാവധി നമ്മുടെ പരിചയക്കാരിലേക്ക് ഇത്തരം സന്ദേശങ്ങൾ കൈമാറാൻ നാം പരിശ്രമിക്കുക. വെക്കേഷനാണ്. കുടുംബസമേതം ആളുകൾ യാത്രകൾ പ്ലാൻ ചെയ്യുമ്പോൾ നമ്മൾ ഇടപെട്ടുകൊണ്ട് ഇൻഷാ അല്ലാഹ് സൊല്യൂഷനിലേക്ക് നമ്മുടെ കുടുംബത്തെ എത്തിക്കുക. നമ്മുടെ പരിചയക്കാരോട് കുടുംബസമേതം പങ്കെടുക്കാൻ നമ്മൾ അവരോട് ആവശ്യപ്പെടുക. അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ. ഇത്തരം നന്മകൾ അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നവർക്ക് എല്ലാവിധ എളുപ്പവും അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഇഖ്ലാസോടുകൂടെ മരണം വരെ ഈ ദീനി രംഗത്ത് നിൽക്കാനുള്ള തൗഫീഖ് അള്ളാഹു നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കട്ടെ. ഈ നാട്ടിൽ ഇസ്ലാമിക പ്രബോധന പ്രവർത്തനങ്ങൾക്ക് അള്ളാഹു തുറവി നൽകി അനുഗ്രഹിക്കട്ടെ. റബ്ബന തഖബ്ബൽ മിന്ന ഇന്നക അൻത സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻത തവ്വാബുർ റഹീം. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.